ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണത്തെ പലരും പേടിക്കുന്നു എന്ന് തെളിഞ്ഞു വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ എല്ലാ മേഖലകളെയും സ്വാധീനിച്ചുകൊണ്ട് അട്ടിമറിക്കുകയാണ് അവർ ചെയ്തു വരുന്നത് എന്ന് തെളിയുകയാണ്. CBI അന്വേഷണത്തെ അട്ടിമറിച്ചതാണെന്ന് ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുകയാണ് നവീൻ ബാബുവിന്റെ കുടുംബം. അതുമാത്രമല്ല, ഇപ്പോൾ ADMന്റെ ഭാര്യ മഞ്ജുഷ ഏർപ്പെടുത്തിയ അഭിഭാഷകനെ വരെ സ്വാധീനിച്ചിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിനെ തുടർന്ന് ആ അഭിഭാഷകനെ മാറ്റിയ മഞ്ജുഷ ഇപ്പോൾ ഹൈക്കോടതിയിൽ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണവർ. അതായത് ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമല്ല, CBI അന്വേഷണം തന്നെ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം ഹൈക്കോടതിയിൽ വ്യക്തമായി വാദിച്ചിരിക്കുകയാണ്. ഇന്നും അപ്പീലിൽ വീണ്ടും വാദം കേട്ട ഡിവിഷൻ ബെഞ്ച് അതിനെ തുടർന്ന് ഹർജി വിധി പറയാനായി മാറ്റിവെച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് അന്വേഷണം കേരളത്തിന്റെ അന്വേഷണമാണെന്നും അതൊരിക്കലും തങ്ങൾക്ക് യോജിച്ചതല്ല എന്നും CBI അന്വേഷണം തന്നെ വേണമെന്നും പറയുന്ന മഞ്ജുഷയുടെ അഭിപ്രായങ്ങൾ ആരാണ് കോടതിയിൽ ക്രൈംബ്രാഞ്ച് മതി എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിച്ചത് എന്നുള്ള ചില കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. കേസ് ഡയറി ഹാജരാക്കാൻ പോലീസിനോട് കോടതി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. CBI അന്വേഷണമില്ല എങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമെങ്കിലും വേണമെന്ന് കുടുംബത്തിനായി ഹാജരായ അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇത് തന്നെയാണ് ഏറ്റവും വലിയ അട്ടിമറിയെന്ന് മഞ്ജുഷ വിശ്വസിക്കുകയാണ്. എന്നാൽ CBI അന്വേഷണം എന്ന നിലപാടിൽ നിന്ന് ഒരിഞ്ച് പോലും പിന്നോട്ടില്ലെന്നും ക്രൈംബ്രാഞ്ച് അന്വേഷണം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടേയില്ല എന്നുമാണ് ADMന്റെ ഭാര്യ മഞ്ജുഷ അടക്കമുള്ളവർ ഇന്നും നിലപാടെടുത്തത്. ഇതിനു പിന്നാലെയാണ് ആദ്യം ഹാജരായ അഭിഭാഷകനെ നീക്കി പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് K രാംകുമാറിനെ കേസ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആദ്യം മുതൽ തന്നെ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ അഭിഭാഷകനായിരുന്ന അഡ്വക്കേറ്റ് ജോൺ F റാൾഫിന് ഇതെന്തു പറ്റി എന്ന് വ്യക്തമാകുന്നില്ല. ആരാണ് അദ്ദേഹത്തെ സ്വാധീനിച്ചത് എന്ന കാര്യം പുറത്തു വന്നിട്ടില്ല. ഈ കേസ് അട്ടിമറിക്കാൻ ഇതിന്റെ പിന്നാലെ തന്നെ കൂടിയവർ തന്നെയാണോ ഈ അഭിഭാഷകനെയും സ്വാധീനിച്ചിരിക്കുന്നത് എന്ന സംശയം വന്നിരിക്കുന്നു. അങ്ങനെ ഒരു സംശയത്തിന്റെ ലെവലേശത്തിന് പോലും ഇടവരുത്താതെ ആ അഭിഭാഷകനെ തന്നെ മാറ്റി പ്രമുഖനായ മറ്റൊരു അഭിഭാഷകനെ വച്ചത് തന്നെ മഞ്ജുഷയുടെ അഭിപ്രായങ്ങളല്ല കോടതിയിൽ മുമ്പുള്ള അഭിഭാഷകൻ പറഞ്ഞിരുന്നത് എന്നുള്ളത് വ്യക്തമാക്കുകയാണ്. ആ അഭിഭാഷകനെ സ്വാധീനിച്ചവരെ പോലും ഇനി കണ്ടെത്തേണ്ടതുണ്ട് മഞ്ജുഷയുടെ പോരാട്ടത്തിൽ. നവീൻ ബാബുവിനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്ന് തങ്ങൾ കരുതുന്നുവെന്നും സംസ്ഥാന പോലീസിന്റെ ഒരന്വേഷണത്തിലും നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷയില്ലെന്നും ആ കുടുംബം ഇന്നും കോടതിയെ അറിയിച്ചിരിക്കുന്നു. അതാണ് കോടതിക്ക് ചില കാര്യങ്ങൾ ബോധ്യമായി എന്ന് വ്യക്തമാകുന്നത്. അതുകൊണ്ടാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ഹർജി വിധി പറയാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. ഒരുപക്ഷെ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി ലഭിക്കാനാണ് കോടതി ആഗ്രഹിക്കുന്നതെങ്കിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് കേരളം ഭരിക്കുന്ന CPMന്റെ പ്രമുഖരെയെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഒരുപക്ഷെ CBI അന്വേഷണത്തിന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിടാനും സാധ്യതയേറിയിരിക്കുകയാണ്.